വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ തവണ കോഫി കേക്ക് ഇട്ട സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിൽ ഒരാളായിട്ടുള്ള അഫ്സൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഡോൾ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ ആ ഒരു റെസിപ്പി തന്നെ ആവട്ടെ ഇത്തവണ എന്ന് വിചാരിച്ചു. ഓവണും മോൾഡും ഒന്നുമില്ലാതെ കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ അളന്നിട്ടിടാം. ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് വനില കേക്കാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണം, ചോക്ലേറ്റോ ബട്ടർ സ്കോച്ചോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുന്നേ നമ്മൾ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതും കുക്കറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പം മൈദയിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണയെങ്കിലും ഈ ഒരു മിക്സ്ചർ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ അത്രയും നമ്മുടെ കേക്ക് ലൈറ്റായിട്ട് കിട്ടും. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് പഞ്ചസാര മുട്ട ബീറ്റ് ചെയ്യുന്നതിനിടയിലൂടെ ആയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മിക്സിയിൽ ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുത്താൽ മതി. ഈ ഒരു വനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെയിറ്റ് വരിക ഏകദേശം 1 kgയുടെ അടുത്താണ്. മുട്ട അടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് നമുക്ക് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ളത് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ബീറ്റർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബീറ്ററിൻ്റെ സ്പീഡ് നമ്പർ 1 ഇടുക, അതായത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. സ്പീഡ് കൂട്ടരുത്, അപ്പോൾ ബാറ്റർ ഓവർ മിക്സ് ആയി പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബീറ്ററിൽ സ്പീഡ് നമ്പർ 1 മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ടുള്ള കുക്കർ റെഡിയാക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ്. അലൂമിനിയം കുക്കറിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് നമുക്കൊരു പീസ് ബേക്കിംഗ് പേപ്പർ, അതായത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെയും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബേക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് അലൂമിനിയം കുക്കറാണ്. എന്നാലേ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ചെറിയ കുക്കർ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് നല്ല ഹൈറ്റ് കിട്ടാനാണ്. ഡോൾ കേക്ക് ആകുമ്പോൾ കേക്കിന് നല്ല ഹൈറ്റ് വേണം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയി കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ ഒരു പഴയ പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പഴയ പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഴയ മൂടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ ഊരി മാറ്റണം. അതിനുശേഷം ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫ്ലെയിം താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കുക. കേക്ക് ബേക്കായി കഴിഞ്ഞാൽ നല്ല കേക്കിൻ്റെ സ്മെല്ല് വരും. അതോടൊപ്പം തന്നെ ഈ ഒരു വെയിറ്റ് ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, വിസിൽ വരുന്ന സ്ഥലം, അതിലൂടെ ഇതുപോലെ നല്ല ആവി വരും. നിർത്താതെ ആവി വന്നുകൊണ്ടിരിക്കും. ഇതാണ് കേക്ക് ബേക്കായതിൻ്റെ സൈന്. ഈ ഒരു സമയം വരെ നിങ്ങൾ കുക്കർ തുറന്ന് നോക്കരുത്. ഇങ്ങനെ ആവി വന്നു കഴിഞ്ഞാൽ കുക്കർ തുറന്ന് നോക്കുക. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ബേക്കായി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുക. അന്നേരം ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് കേക്ക് ബേക്കായി എന്നാണ്. കേക്ക് മുഴുവനായിട്ട് ചൂട് തടഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചുല കേക്കിൻ്റെ സൈഡിലൂടെ ഒടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്ക് ഇതുപോലെ കുക്കറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല ഹൈറ്റുള്ള കേക്കാണ്. ഇനി ഡോൾ കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഡോള് വേണം. ഡോളിൻ്റെ ഹെയർ നന്നായിട്ട് മുകളിലേക്ക് ടൈ ചെയ്തിട്ട് വെക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം ഒരു ഫോയിലോ ക്ലിങ് ഫിലിമോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുക.
അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഡോൾ എൻ്റെ കേക്കിൻ്റെ ഹൈറ്റിലുള്ളതാണ്. അതായത് കേക്കിനേക്കാളും കുറച്ചും കൂടെ മേലോട്ടേക്ക് വേണം നമ്മൾ ഡോൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പകുതി ഭാഗം മാത്രം നടുവിന്ന് കാർവ് ചെയ്തിട്ടെടുത്താൽ മതിയാവും. അടിഭാഗം വരെ നമ്മൾ കാർവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോൾ അതിൻ്റെ അകത്തേക്ക് മൊത്തത്തിൽ ഇരുന്ന് പോവും. അപ്പം കേക്കിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ഡോളിന് കയറാനുള്ള പാകത്തിലുള്ള ഹോളായാലും മതി. എന്നിട്ട് ഡോളൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഡോൾ കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കണം. കാരണം നമുക്ക് ഈ കേക്ക് ഇനി ഐസിംഗ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ഹൈറ്റ് ഇനിയും കൂടും. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കേക്ക് ലെയറായി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അറ്റത്തുനിന്ന് കട്ട് ചെയ്യരുത്, കുറച്ച് താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് കേക്ക് കറക്റ്റ് ഡോളിൻ്റെ ഉടുപ്പിൻ്റെ ഷേപ്പിലേക്ക് കാർവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പം 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്കിൻ്റെ വക്ക് കട്ട് ചെയ്യരുത്, കുറച്ച് താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിൽ നിന്ന് നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു കേക്കിന് നമുക്ക് ഒരുപാട് ക്രീം വേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്യുന്ന ഡിസൈന് പ്രത്യേകിച്ച് വേണ്ടി വരും. ഇനി നിങ്ങൾ ജസ്റ്റ് പ്ലെയിനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്ര ക്രീം വേണ്ടി വരില്ല. നല്ല തണുത്ത ക്രീമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിലാണെങ്കിൽ ഫിയോന, സ്റ്റാർ വിപ്പ് ഒക്കെ നല്ല വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ UAE യൂസ് ചെയ്യൽ മാക്ടോപ്പ് അല്ലെങ്കിൽ രാമയാണ്. ക്രീമിൽ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടിട്ട് വേണം വിപ്പ് ചെയ്യാനായിട്ട്. ഇതുപോലെ സ്റ്റിഫ് പീക്കാവുന്ന വരെ വിപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ കേക്ക് അസംബിൾ ചെയ്യുന്നത്, ആ ബോർഡാണ് പ്ലേറ്റാണോ എന്താണെങ്കിലും അതിൻ്റെ മേലെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്തെടുത്ത ലെയറില്ലേ, അടിഭാഗത്തെ ലെയർ, ആ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക. ജസ്റ്റ് പഞ്ചസാരയും വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മേലെ ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമ്മൾ നടുവിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് തന്നെയാണ് ഞാനിപ്പം വെച്ച് കൊടുക്കുന്നത്. നടുവിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലെയറും ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നടുവിലാക്കി വെച്ചിട്ടുള്ള ഹോളിൻ്റെ അകത്ത് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോളിൻ്റെ അകത്തായാലും അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഐസിങ് ചെയ്തിട്ട് എടുക്കുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ലെയറില്ലേ, ആ ഒരു ലെയറാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു ലെയറും ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെയർ കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡോള് ഇതുപോലെ നടുവിലായിട്ട് ഇറക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഡോളിൻ്റെ ഉടുപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ ഈ ഒരു കേക്കിനെ ഒന്ന് കാർവ് ചെയ്തിട്ട് എടുക്കണം. കാർവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ബ്രെഡ് നൈഫ് യൂസ് ചെയ്യുന്നതാണ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള അറ്റം ഷാർപ്പായിട്ട് വരുന്ന കത്തിയില്ലേ, ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ മുകൾ ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഒന്ന് കാർവ് ചെയ്തിട്ട് എടുക്കുക. ഏറ്റവും അടിയിൽ നമ്മൾ വെച്ചിട്ടുള്ള ലെയർ കട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ ഫസ്റ്റിലെ ലെയറും സെക്കൻഡ് ലെയറും നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ഡോളിൻ്റെ ഉടുപ്പിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്യുന്നതിന് മുന്നേയും ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ പിന്നീട് നമ്മൾ വീണ്ടും സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് വേറെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നടുവിൽ ഐസിങ് കഴിഞ്ഞതിന് ശേഷം കാർവ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ക്രം കോട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഐസിങ് ചെയ്യുക. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷൻ കളയൊന്നും വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പോപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഞാൻ 2 കപ്പിലായിട്ട് കുറച്ച് വിപ്ഡ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. റെഡ് ലിക്വിഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ആദ്യത്തേതിൽ ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാണ് ആക്കിയിട്ടുള്ളത്. രണ്ടാമത്തേതിൽ ഞാൻ കുറച്ചും കൂടെ അധികം റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ലിക്വിഡ് കളർ തന്നെയാണ്. എന്നിട്ട് അതിന് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള പിങ്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണോ ആ ഒരു കളറിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കളർ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി.
ഇനി നമുക്ക് ഈ 2 ക്രീമും എങ്ങനെയാണ് ഐസിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ 2 ക്രീമും ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈന് വേണ്ടത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ്. അത് ഞാൻ വേറൊരു ഐസിങ് ബാഗിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം ഡാർക്ക് കളറ് ഐസിങ് ബാഗ് ആ ഒരു ഐസിങ് ബാഗിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഫ്ലവർ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നോസിൽ എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു റൗണ്ട് മുഴുവനായിട്ട് മടിഭാഗത്ത് ഡാർക്ക് കളർ കൊണ്ട് റോസ് വരച്ചിട്ടുണ്ട്. ഒരു ലൈനും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ സെയിം കളർ തന്നെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ഐസിങ് ബാഗ് ഇല്ലേ, നമ്മുടെ പുറത്തുണ്ടായിരുന്ന ആ വൈറ്റ് ഐസിങ് ബാഗ് അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈറ്റ് കളറ് ക്രീമാക്കി വെച്ചിട്ടുള്ള ഐസിങ് ബാഗ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റ് കളർ കൊണ്ട് ഇതേപോലെ തന്നെ 2 ലൈന് ഫ്ലവേഴ്സ് ഞാൻ പൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ഐസിങ് ബാഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോസിൽ സെയിം നോസിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ലൈന് ലൈറ്റ് പിങ്ക് കൊണ്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പഴയ കളറുള്ള ഐസിങ് ബാഗ് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്തും അതേപോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റാർ നോസിലിനകത്ത് ലൈറ്റ് പിങ്ക് ക്രീം ഐസിങ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഈ ഡോളിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ഏതൊക്കെയാണോ പൈപ്പിംഗ് നോസിലുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോളിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയുള്ള പരിപാടി, നമ്മുടെ കേക്ക് റെഡിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.